വില്ലത്തി കഥാപാത്രങ്ങളിലും മലയാളികൾക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്ന കഥാപാത്രങ്ങളിലും മിനി സ്ക്രീനിൽ തിളങ്ങിയ ഒരു താരം തന്നെയാണ് ദിവ്യ. മിനി സ്ക്രീനിൽ മാത്രമല്ല, ചെറുതായിട്ടാണെങ്കിലും ഇപ്പോൾ ബിഗ് സ്ക്രീനിലും ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ ലഭിക്കുകയാണ് ദിവ്യയ്ക്ക്. വളരെയധികം പ്രേക്ഷകർക്ക് സുപരിചിതയായി സോഷ്യൽ മീഡിയയിലും തരംഗമാണ് ദിവ്യ എന്ന ഈ പെൺകുട്ടി. ശരിക്കും ആരാണ് ദിവ്യ എന്നാണ് എല്ലാവരും ചോദിച്ചെത്തുന്നത്. കൊച്ചിയിൽ ജനിച്ചു വളർന്ന കൊച്ചി പള്ളുരുത്തിയിലെ ഒരു സാധാരണ ബാങ്ക് ഉദ്യോഗസ്ഥനായ മധുസൂദനൻ നായരുടെ മകളായിട്ടാണ് ദിവ്യ ശരിക്കും ജനിക്കുന്നത്. കലയുമായി യാതൊരുവിധ ബന്ധവും ആ കുടുംബത്തിനില്ലായിരുന്നു. ആ കുടുംബത്തിൽ നിന്ന് ആദ്യമായി കലയുടെ രൂപത്തിലേക്ക് സ്വന്തം ജോലി കണ്ടുപിടിച്ച് പുറത്തേക്കെത്തിയ ഒരു വ്യക്തി തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ദിവ്യ. അങ്ങനെ യാതൊരു ബന്ധവുമില്ലാത്ത ഒരു സാധാരണ കുടുംബ പശ്ചാത്തലത്തിൽ നിന്നതുകൊണ്ട് തന്നെ തങ്ങളുടെ മകൾ ഭാവിയിൽ വലിയൊരു നടിയാകുമെന്ന് ഒരാൾ പോലും ആ വീട്ടിൽ നിന്ന് കരുതിയിരുന്നില്ല. എന്തിന്, ദിവ്യ പോലും കരുതിയിരുന്നില്ല. അച്ഛൻ്റെ വഴിയിലൂടെ ഒരു ബാങ്കർ ആവുക എന്നതായിരുന്നു ദിവ്യയുടെയും മാതാപിതാക്കളുടെയും പ്രധാന ലക്ഷ്യം. എന്നാൽ 10ാം ക്ലാസ് പഠിക്കുമ്പോൾ ഒരു സുഹൃത്തിൻ്റെ സഹോദരൻ വഴി അപ്രതീക്ഷിതമായി ഒരു ലോക്കൽ ചാനലിൽ ഷോ അവതരിപ്പിക്കാൻ അവസരം ലഭിച്ചതോടെയാണ് ദിവ്യയുടെ ജീവിതത്തിൻ്റെ ഗതി മാറുന്നത്. പിന്നീട് ഏഷ്യാനെറ്റ്, സൂര്യ TV തുടങ്ങിയ പ്രമുഖ ചാനലുകളിലെല്ലാം മികച്ച രീതിയിൽ പ്രോഗ്രാമുകൾ അവതരിപ്പിച്ചുകൊണ്ട് വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ദിവ്യ എന്ന ആങ്കർ ജനശ്രദ്ധ നേടി. കലാരംഗത്തുള്ള MK പത്മകുമാറിനെ വിവാഹം കഴിച്ച് ദിവ്യ വീണ്ടും കലയിൽ തന്നെ ഉറച്ചു നിൽക്കുകയായിരുന്നു ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ ദിവ്യയുടെ ആ ജീവിതം അവിടെ നിന്ന് മാറി മറിയുകയായിരുന്നു. കലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഭർത്താവിനെ വിവാഹം കഴിച്ചതോടെ തന്നെ കലയോട് ഒരിക്കലും യാറ്റാ ബൈ ബൈ പറയേണ്ടി വന്നിട്ടില്ല ദിവ്യയ്ക്ക്. ഭർത്താവിൻ്റെ പൂർണ്ണ പിന്തുണയും സ്വന്തം സ്വപ്നങ്ങളിലേക്ക് പറക്കാൻ താരത്തിന് കഴിയുകയും ചെയ്തു. വിവാഹശേഷമാണ് മലയാളത്തിലെ ആദ്യകാല റേഡിയോ ജോക്കിമാരിൽ ഒരാളായി ദിവ്യ റേഡിയോയിൽ തൻ്റെ കരിയർ ആരംഭിക്കുന്നത്. 6 വർഷത്തോളം ഈ മേഖലയിൽ തിളങ്ങി നിന്നെങ്കിലും 9 മുതൽ 5:30 വരെയുള്ള സ്ഥിരം ജോലിയുടെ മടുപ്പും ചില ആഭ്യന്തര പ്രശ്നങ്ങളും കാരണം ആ ജോലിയും ഉപേക്ഷിക്കേണ്ടി വന്നു. എന്നാൽ ആ ഒരു തിരഞ്ഞു നടത്തമാണ് ഡബ്ബിംഗ് എന്ന പുതിയ ലോകത്തേക്ക് താരത്തിനെ വഴി തുറത്തിവിട്ടത്. ആദ്യ പരസ്യങ്ങൾക്കിടെ ശബ്ദം നൽകി തുടങ്ങിയ ദിവ്യ പിന്നീട് നോർത്ത് 24 കാതം എന്ന സിനിമയിൽ നടി ഗീതയ്ക്ക്, നിരവധി പരസ്യ ചിത്രങ്ങളിൽ പ്രിയ നടി ശോഭനയ്ക്കും ഉൾപ്പെടെ 20ലേറെ ചിത്രങ്ങളിൽ മുഴുനീള വേഷങ്ങളിൽ ശബ്ദമായി മാറിയിരുന്നു. അഭിനയത്തെക്കുറിച്ച് വലിയ ധാരണകളില്ലാതിരുന്ന താരം പരസ്യ ചിത്രങ്ങളിലൂടെ പിന്നീട് ക്യാമറയ്ക്ക് മുന്നിലെത്തുന്നു. ബൈസൈക്കിൾ തീവ്സ് എന്ന സിനിമയുടെ ബിഗ് സ്ക്രീനിൽ അരങ്ങേറ്റം കുറിച്ച ദിവ്യ കസബ, രക്ഷാധികാരി ബൈജു, ഭീമന്റെ വഴി, പുഴു, ഭരതനാട്യം, മോഹിനിയാട്ടം തുടങ്ങിയ ഹിറ്റ് സിനിമകളുടെ ഭാഗമാവുകയും ഇങ്ങനെ തുടങ്ങിയ നിരവധി സിനിമകളിൽ ചെറിയ വേഷങ്ങളിലൂടെയായിട്ടാണെങ്കിലും ശ്രദ്ധേയമായി മാറുകയും ചെയ്തു. അടുത്തിടെ പുറത്തിറങ്ങിയ മോഹിനിയാട്ടം എന്ന സിനിമയിലെ പ്രകടനം ഏറെ പ്രശംസ പിടിച്ചു പറ്റുകയും ചെയ്തിരുന്നു. സിനിമകളിൽ സജീവമായിരുന്ന ദിവ്യ എന്ന നടിയെ പ്രേക്ഷകർക്ക് കൂടുതൽ പ്രിയങ്കരിയാക്കി മാറ്റി മിനി സ്ക്രീനിലെ വേഷങ്ങളുമായിരുന്നു. ഈശ്വരൻ സാക്ഷി എന്ന സീരിയലിലെ ശക്തമായ വക്കീൽ വേഷവും ഈറൻ നിലാവിലെ നെഗറ്റീവ് റോളും, കരിയറിലെ ഏറ്റവും വലിയ വഴിത്തിരിവായ സ്ത്രീപദം എന്ന സീരിയലിലെ നായികയുടെ മൂത്ത സഹോദരിയുടെ വേഷവുമൊക്കെ പ്രേക്ഷകരുടെ മനസ്സിൽ സ്ഥിര സാന്നിധ്യമാകാനും ദിവ്യയെ വളരെയധികം പ്രീതിപ്പെടുത്തുന്ന രീതിയിലേക്ക് പോകാനും സഹായിച്ചു. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തൂ.